വാഷ്റൂമിൽ നിന്നും പുറത്തു വന്നതും ബെഡിൽ തലയിണയും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന അരുണിനെയാണ് കണ്ടത്. അരുൺ, പോയി ഫ്രഷായി വാ, അതിഥി അരുണിനെ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നാണ് അരുൺ അതിഥിയെ പിടിച്ചു വലിച്ച് ബെഡിൽ തൻ്റെ മേലേക്കായി ഇടുന്നത്. അരുൺ, എന്തായി കാണിക്കുന്നത്? ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. അതിന് ഞാൻ കാരണമാണോ ലേറ്റായത്? പിന്നല്ലാതെ നീ കാരണമല്ലേ ലേറ്റായത്. നീ ഇങ്ങനെയൊക്കെ എൻ്റെ മുന്നിൽ വന്നു നിന്നാൽ പിന്നെ ഞാനെങ്ങനെ അടങ്ങിയിരിക്കും? അപ്പോൾ സ്വാഭാവികമായും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത് നീ കാരണമാണ് നമ്മളിപ്പോൾ ലേറ്റ് ആവുന്നതെന്ന്. ലോജിക്ക് കൊള്ളാം. ഇപ്പോൾ പൊന്നുമോൻ എന്നെ വിട്, ഒരുപാട് ലേറ്റായി, പോയി ഫ്രഷ് ആവും എന്നും പറഞ്ഞ് അതിഥി അരുണിൻ്റെ മേലെ നിന്നും എഴുന്നേറ്റു. അരുണും വേഗം തന്നെ പോയി ഫ്രഷായി വന്നതും അതിഥി അരുണുമായി താഴേക്കിറങ്ങി. താഴെ എത്തിയതും ശ്രീദേവി അവരെ രണ്ടുപേരെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി വിളിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതും അരുൺ ആദിയുമായി ബിസിനസ് കാര്യങ്ങളെല്ലാം സംസാരിച്ചു കൊണ്ടിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം, അച്ചു, ഞാൻ ആദിയുടെ കൂടെ ഓഫീസ് വരെ ഒന്ന് പോകുവാണ്. ആണോ? എന്നാൽ ഞങ്ങളും കൂടെ വന്നോട്ടെ ആദിയേട്ടാ. കീർത്തിയാണത് പറഞ്ഞത്. നിങ്ങൾ വന്നിട്ട് എന്തിനാ? ഞങ്ങൾ ബിസിനസ് ആവശ്യത്തിനാണ് പോകുന്നത്, അല്ലാതെ ചുറ്റിയടിക്കാനല്ല. ആദിയാണത് പറഞ്ഞത്. ആയിക്കോട്ടെ, ഞങ്ങൾ ശല്യമൊന്നും ചെയ്യില്ല, അല്ലേ അച്ചു? നീ കൂടെ ഒന്ന് പറയ്. ആദിയേട്ടാ, അത് ശരി, പക്ഷെ ശല്യപ്പെടുത്തരുത്, കേട്ടല്ലോ? ഇല്ല, പ്രോമിസ്. എന്നാൽ വേഗം പോയി റെഡിയാവും. ആദ്യം അത് പറഞ്ഞതും കീർത്തി റെഡിയാവാനായി റൂമിലേക്ക് ഓടി. ആദി, എന്നാൽ ഞങ്ങൾ റെഡിയായിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അരുണും അതിഥിയും റൂമിലേക്ക് നടന്നു. അത് നോക്കിക്കൊണ്ട് ആദിയും റെഡിയാവാനായി പോയി. അവരെല്ലാം റെഡിയായതിനു ശേഷം ഓഫീസിലേക്ക് തിരിച്ചു. ഡ്രൈവിംഗ് സീറ്റിൽ ആദിയും കോ ഡ്രൈവിംഗ് സീറ്റിൽ അരുണുമാണ് ഇരുന്നത്. ബാക്കിൽ കീർത്തിയും അതിഥിയും. കുറച്ചു ദൂരം സഞ്ചരിച്ചതും അവർ ആദിയുടെ ഓഫീസിലെത്തിയിരുന്നു. ആദിയുടെ കാർ പാർക്കിംഗ് ഏരിയയിലെത്തിയതും എല്ലാവരും ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. എടാ വാ, ഇതാണ് എൻ്റെ ഓഫീസ്. ആഴ്ചയിൽ 2 തവണയെങ്കിലും ഞാൻ ഇവിടെ വരും. ബാക്കി ദിവസങ്ങളിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിൽ പോവും. അതും പറഞ്ഞ് അവർ ബിൽഡിങ്ങിനുള്ളിൽ കയറി. ഗ്രൗണ്ട് ഫ്ലോറിലെത്തിയതും ആദിയുടെ അസിസ്റ്റൻറ്റ് അവരെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വരൂ സാർ. മാത്യു, ഇത് അരുൺ, എൻ്റെ ഫ്രണ്ടാണ്. താൻ കേട്ടിട്ടുണ്ടാവും, വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് CEO ആണ്. അറിയാം സാർ. അരുൺ സാറിനെ ആർക്കറിയാത്തത്? അതിനെ ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു. താനൊരു കാര്യം ചെയ്യ്, ഇവരെ രണ്ടാളെയും ഓഫീസൊക്കെ ഒന്ന് ചുറ്റിക്കാണിക്കേ. ഞാനും അരുണും ക്യാബിനിലുണ്ടാവും. ശരി സാർ. വരൂ മാഡം. നിങ്ങൾ മാത്യുവിൻ്റെ കൂടെ ചെല്ല്, ഞങ്ങൾക്ക് കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വാ അരുൺ, നമുക്ക് ക്യാബിനിലേക്ക് പോവാം. അത് പറഞ്ഞ് ഇരുവരും ക്യാബിനിലേക്ക് പോവാനായി ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റ് ചെന്ന് നിന്നത് ആ ബിൽഡിങ്ങിൻ്റെ 3rd ഫ്ലോറിലാണ്. ഇരിക്കരുൺ. അതും പറഞ്ഞ് അവർ ഇരുവരും ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. കുറച്ച് സമയത്തിന് ശേഷം, അപ്പോൾ ഈ ഡീല് നമുക്ക് ഓക്കെ ആക്കാമല്ലേ? ഞാൻ ഓഫീസിൽ പോയിട്ട് ഡീറ്റെയിൽസ് മെയിൽ അയക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബിസിനസ് പാർട്ട്നേഴ്സ് കൂടി ആയല്ലേ? ആദ്യമാണത് പറഞ്ഞത്. അരുൺ, എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. പിന്നെ വീട്ടിലായതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത്. എന്തിനാടാ ഈ മുഖവര? എന്താണെങ്കിലും പറ. എടാ അരുൺ, കൃഷ്ണമൂർത്തി അങ്കിളാണോ നീ പറഞ്ഞ മൂർത്തി? നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഡെത്തിന് കാരണമായ? അതും പറഞ്ഞ് ആദ്യം ഒന്ന് നിർത്തി. അരുണിൻ്റെ ഭാഗത്തു നിന്നും മറുപടി ഒന്നുമില്ല എന്ന് കണ്ടതും ആദ്യം തുടർന്നു. അപ്പോൾ എൻ്റെ സംശയം ശരിയാണല്ലേ? എടാ, അപ്പോൾ അതിഥി, അവളെ നീ റിവെഞ്ചിന് വേണ്ടിയാണോ? ആദ്യം ഞാനെല്ലാം പറയാം. അതിഥിക്കെല്ലാം അറിയാം. ഞാൻ അവളെ ഇഷ്ടപ്പെട്ടതും കല്യാണം കഴിച്ചതും ആത്മാർത്ഥമായി തന്നെയാണ്. പക്ഷേ അവളുടെ അപ്പയോട് ഇപ്പോഴും എനിക്ക് ദേഷ്യമുണ്ട്. അതും സത്യം തന്നെയാണ്. പക്ഷേ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടടാ. നീയൊന്ന് തെളിച്ച് പറ. എടാ, ഇതൊരു സംശയം മാത്രമാണ്. എൻ്റെ ഫ്രണ്ട് ദേവ് പറഞ്ഞപ്പോൾ എനിക്കും ശരിയാണെന്ന് തോന്നി. നിനക്ക് എൻ്റെ ഫ്രണ്ട് റിയയെ അറിയില്ലേ? അറിയാം. അവളുടെ അച്ഛനും നിൻ്റെ അച്ഛനും മൂർത്തി അങ്കിളും കൂടെ ആയിരുന്നില്ലേ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്തിരുന്നത്? അതെ. ആക്സിഡൻറ്റിന് കാരണക്കാരൻ അതിഥിയുടെ അപ്പയാണെന്ന് ജോസങ്ങളാണ് കൺഫേം ചെയ്ത് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷേ ഒരു തെളിവ് പോലും ഇല്ലാതെ ഞാനെങ്ങനെ അത് വിശ്വസിച്ചെന്ന് എനിക്കെപ്പോഴും മനസ്സിലാകുന്നില്ല. അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ അച്ഛനെ ഒരുപാട് വിഷമിപ്പിക്കുകയും ചെയ്തു. അത് എനിക്കവളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ഞാൻ അവളോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖമാണ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. പക്ഷേ അവൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും എൻ്റെ കൂടെ നിന്നു. ഇപ്പോൾ എനിക്കും തോന്നുന്നുണ്ട്
അവളുടെ അപ്പയല്ല അത് ചെയ്തതെന്ന്. ഇനി അവളുടെ അപ്പയാണത് ചെയ്തതെങ്കിലും അവളെ വിഷമിപ്പിക്കാൻ ഞാൻ ഒരുക്കമല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് അരുൺ ഒരു ദീർഘശ്വാസം എടുത്തു. നീ വിഷമിക്കാതിരിക്കേ, ഞങ്ങളൊക്കെ ഇല്ലേ, നമുക്ക് കണ്ടുപിടിക്കാടാ. വാ, നമുക്ക് താഴോട്ട് പോവാം. അച്ചുവും അമ്മുവും അവിടെ എന്താണവ ചെയ്യുന്നത്? അതും പറഞ്ഞ് അവർ താഴേക്കിറങ്ങി. താഴേക്കെത്തിയതും മാത്യു അങ്ങോട്ട് വന്നു. സാർ, കീർത്തി മാഡവും അതിഥി മാഡവും ക്യാൻറ്റീനിലുണ്ട്. നിങ്ങൾ വരുമ്പോൾ പറയാൻ പറഞ്ഞു. ശരി മാത്യു, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. ആദി സാർ, അർജൻറ്റായി കുറച്ച് ഫയൽസ് സൈൻ ചെയ്യാനുണ്ടായിരുന്നു. ആണോ? എന്നാൽ ഞാനിപ്പോൾ സൈൻ ചെയ്തു തരാം. അരുൺ, നീ ക്യാൻറ്റീനിലേക്ക് നടന്നോളൂ. ഞാനിത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നേക്കാം. ആദി അതും പറഞ്ഞ് അടുത്തുണ്ടായ സ്റ്റാഫിനോട് അരുണിനെ ക്യാൻറ്റീൻ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഇതേ സമയം ക്യാൻറ്റീനിൽ അതിഥിയും കീർത്തിയും ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ അടുത്തുള്ള ടേബിളിലായി 2 പേർ അതിഥിയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവർ പരസ്പരം എന്തോ സംസാരിച്ച് ചിരിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് കയറി വന്ന അരുൺ കാണുന്നത് ഇതാണ്. അവരുടെ നോട്ടം പോകുന്ന വഴി കണ്ടതും അരുണിൻ്റെ മുഷ്ടി ചുരുണ്ടു. അതിഥിയുടെ ടോപ്പിൻ്റെ ബാക്കിലെ സിബ് പാതി തുറന്നു കിടക്കുകയായിരുന്നു. അരുൺ വേഗം തന്നെ ചെന്ന് അതിഥിയുടെ പുറകിലായി നിന്നു. അച്ചു, നീ ഒന്ന് വന്നേ. എന്താ അരുൺ? കീർത്തി, നീ ഇവിടെ ഇരിക്കേ, ഞങ്ങളിപ്പോൾ വരാം. അതും പറഞ്ഞ് അരുൺ അതിഥിയെ ചുറ്റിപ്പിടിച്ച് അടുത്ത ടേബിളിലിരിക്കുന്നവർക്ക് ഒരു കത്തുന്ന നോട്ടവും കൊടുത്തുകൊണ്ട് ആളൊഴിഞ്ഞിടത്തേക്ക് അതിഥിയെ കൊണ്ടുപോയി. അവളെ ചുവരിൽ ചാരി നിർത്തി. അരുൺ, എന്തായി കാണിക്കുന്നത്? എനിക്ക് കൈ വേദനിക്കുന്നു. അവളത് പറഞ്ഞതും അരുൺ അവളെ ഇറുകെ പുണർന്നു. അതിഥി കുതറി മാറാൻ ശ്രമിക്കുമ്പോഴേക്കും അവൻ പതിയെ അവളുടെ ടോപ്പിൻ്റെ സിബ് ഇട്ട് കൊടുത്തു. അത് മനസ്സിലാക്കിയ അവളുടെ പ്രതിഷേധങ്ങൾ കുറഞ്ഞു വന്നു. സിബ് മുഴുവനായി ഇട്ട് കൊടുത്ത ശേഷം അരുൺ അവളെ തനിക്ക് അഭിമുഖമായി നിർത്തി. നിനക്കെന്താ, ശ്രദ്ധിച്ചൂടാച്ചു? അവന്മാർ അവിടെ ഇരുന്ന് കമൻ്റ് അടിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? അത് അരുൺ, താഴ്ന്നു പോയത് ഞാൻ അറിഞ്ഞില്ല. അതിഥി പതർച്ചയോടെ പറഞ്ഞു. ബാക്കിൽ സിബുള്ള കുർത്തി നീ ഇടണ്ട. ഇതൊക്കെ എനിക്ക് കാണാനുള്ളതാ, അല്ലാതെ നാട്ടുകാരെ കാണിക്കാനുള്ളതല്ല. അവൻ അവളുടെ കാതോരം വന്ന് പറഞ്ഞു. അരുൺ, സോറി എന്നും പറഞ്ഞ് അതിഥി അവനെ ഇറുകെ പുണർന്നു. സാരമില്ല, പോട്ടെ എന്നും പറഞ്ഞ് അവൻ പതിയെ അവളുടെ പുറത്ത് തട്ടിക്കൊടുത്തുകൊണ്ട് അവളുടെ നെറുകിൽ ചുണ്ടു ചേർത്തു. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. കീർത്തി തനിച്ചല്ലേ? അതും പറഞ്ഞ് അവർ ക്യാൻറ്റീനിലെത്തിയതും കീർത്തിയോടൊപ്പം ആദിയും ഉണ്ടായിരുന്നു. ആ അരുൺ, നിങ്ങൾ എങ്ങോട്ടാ പോയത്? അത് ആദി, ഞങ്ങൾ വാഷ്റൂം വരെ ഒന്ന് പോയതാ. ഒന്നിച്ചോ? ഇത് കേട്ട് കീർത്തി ഉറക്കെ ചോദിച്ചു. നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ട് അമ്മു, നിനക്കിത്തിരി കൂടുന്നുണ്ട്. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അമ്മ വിളിച്ചിരുന്നു, പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. എന്തു പറ്റി ആദ്യേട്ടാ? അറിയില്ല മോളെ, വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. നീ വേഗം വാ, സമയം കളയണ്ട, വേഗം ഇറങ്ങാം. അതും പറഞ്ഞ് അവർ അവിടെ നിന്ന് തിരിച്ചു തറവാട്ടിലെത്തിയതും എങ്ങോട്ട് പോകാൻ തയ്യാറായി നിൽക്കുന്ന മുത്തശ്ശിയെയും ലക്ഷ്മിയെയും കൃഷ്ണമൂർത്തിയെയും നന്ദനെയും ശ്രീദേവിയുമാണ് കാണുന്നത്. നിങ്ങളെല്ലാവരും എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങളെല്ലാവരും ദൂരെ ഒരു ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോകുക. മുത്തശ്ശിക്ക് ഒരു വഴിപാടുണ്ട്. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും ഒരുമിച്ചുണ്ടല്ലോ ഇവിടെ. മക്കളെ കൂടി കൊണ്ടുപോവേണ്ടതായിരുന്നു, പക്ഷേ നിങ്ങൾക്കവിടെ ബോറടിക്കും. പൂജ ഒരുപാട് നേരമുണ്ട്. ഞങ്ങൾ പോയിട്ട് വരാം, ലക്ഷ്മി പറഞ്ഞു. രാത്രിയിലത്തേക്കുള്ള ഭക്ഷണം കാസറോളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. കാലത്തേക്കുള്ളത് സരസ്വതി അമ്മയോട് പറയാം കേട്ടോ. പിന്നെ ഞങ്ങൾ നാളെ ഉച്ചയോടെ എത്തും. ശരി മക്കളെ, ഞങ്ങൾ പോയിട്ട് വരാം. ശരി മുത്തശ്ശി. അതിഥി അത് പറഞ്ഞതും അവരെല്ലാവരും കാറിൽ കയറി യാത്ര പുറപ്പെട്ടു. കാർ ഗേറ്റ് കടന്നു പോയതും ആദി, നിങ്ങൾ പോയിന്ന് റെസ്റ്റ് എടുക്കുക, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. അത് കേട്ടതും അരുൺ അതിഥിയെയും കൂട്ടി മുകളിലേക്ക് പോയി. റൂമിലെത്തിയതും അരുൺ, നല്ല തലവേദന, ഞാനൊന്ന് ഉറങ്ങട്ടെ കുറച്ചു നേരം. ഞാൻ ബാം വെച്ച് തരട്ടെ. അവൾ അരുണിൻ്റെ തലയിണയിൽ നിന്നും എടുത്ത് അവളുടെ മടിയിലായി കിടത്തിക്കൊണ്ട് അവൻ്റെ നെറ്റിയിൽ ബാം തേച്ചു കൊടുത്തു. അരുൺ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നിദ്രയിലായിരുന്നു. അവൾ ഉറങ്ങിക്കിടക്കുന്ന അരുണിൻ്റെ നിഷ്കളങ്കമായ മുഖത്ത് തലോടിക്കൊണ്ടിരുന്നു. അവളും പതിയെ ബെഡിൽ ചാരിയിരുന്ന് മയങ്ങി.